കൊച്ചിയിൽ വൻ രാസലഹരി വേട്ട. ആലുവ കരിയാട് സിഗ്നൽ ജംഗ്ഷന് സമീപം കാറിൽ ലഹരി കടത്തുകയായിരുന്ന യുവാവിനെ പിടികൂടി. 350 ഗ്രാം MDMA-യും 1/2 കിലോ കഞ്ചാവും 2 LSD സ്റ്റാമ്പുകളുമായി ആലുവ സ്വദേശി ആസാദാണ് അറസ്റ്റിലായത്. അങ്കമാലിയിൽ ലക്ഷങ്ങൾ വില വരുന്ന 70 ഗ്രാം MDMA-യുമായി ഞാറക്കൽ സ്വദേശി അജു ജോസഫും പിടിയിലായി. നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഇന്നലെ ലഹരി വിരുദ്ധ ദിനമായിരുന്നു. സംസ്ഥാനത്തെമ്പാടും പോലീസിന്റെയും എക്സൈസിന്റെയും ലഹരി വേട്ട വിവിധയിടങ്ങളിലുണ്ടായി. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ, അതും രാസലഹരി പിടികൂടിയത് ആലുവ റൂറൽ പോലീസ് പരിധിയിലാണ്. ഏകദേശം എത്ര കോടിയോളം രൂപ, എത്ര ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് ഈ രണ്ടിടത്തു നിന്നുമായി പോലീസ് പിടിച്ചെടുത്തത്? ടോം, ആലുവ ഡാൻസ് ഓഫും അതോടൊപ്പം അങ്കമാലി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് രണ്ടിടങ്ങളിലായി വലിയ രീതിയിലുള്ളൊരു ലഹരി വേട്ട തന്നെ നടന്നത്. ഇന്ന് രാവിലെ ഏകദേശം 8 മണിയോടുകൂടിയായിരുന്നു ഒരു കാറിൽ കടത്തിയ ലഹരിയുമായി യുവാവ് പിടിയിലായത്. ആലുവ സ്വദേശി ആസാദാണ് പിടിയിലായത്. ആസാദിന്റെ കാറിൽ നിന്നും 350 ഗ്രാം MDMA-യും 1/2 കിലോ കഞ്ചാവും 2 LSD സ്റ്റാമ്പുമാണ് പിടികൂടിയത്. ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി കടത്തുന്ന ആളാണെന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഇയാൾ ആർക്കാണ് ഈ ലഹരി വിൽക്കുന്നത്, ആരിൽ നിന്നാണ് വാങ്ങുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദേശീയപാത, കരിയാട് ദേശീയപാതയിലെ സിഗ്നലിൽ നിർത്തിയിട്ടപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഈ കാറിൽ നിന്നും ലഹരി പോലീസ് പിടിച്ചെടുത്തത്. പോലീസിനൊരു രഹസ്യ വിവരം വന്നിട്ടുണ്ടായിരുന്നു, ഇയാളുടെ കാറിൽ ലഹരി കടത്തുന്നുണ്ടെന്ന്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയും വലിയ രീതിയിലുള്ള ലഹരി അന്വേഷണ സംഘം പിടികൂടിയത്. മറ്റൊന്ന് ഇന്നലെ രാത്രി നടന്നതാണ്. കോയമ്പത്തൂരിൽ നിന്നും വന്ന ഒരു ബസ്സിൽ ആണ് ലഹരി നായരമ്പലം സ്വദേശി അജു ജോസഫിൽ നിന്നും ഇന്നലെ രാത്രി ബസ്സിൽ നിന്നും പിടികൂടിയത്. അതും ഏറ്റവും നല്ല 770 ഗ്രാമിലധികം കഞ്ചാവുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിനെ കണ്ടെത്തിയിരിക്കുന്നത്. നൈജീരിയയിൽ നിന്നും വന്ന യുവാവിൽ നിന്നും, അതായത് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ നൈജീരിയയിൽ നിന്നും ഇത്തരത്തിൽ ലഹരി കൊണ്ടുവരുന്ന വ്യക്തിയിൽ നിന്നും ലഹരി വാങ്ങി നാട്ടിലെത്തി, കൊച്ചിയിലെത്തി വിവിധ ആളുകൾക്ക് സപ്ലൈ ചെയ്യുകയാണ് ഇയാളുടെ ജോലി. ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ടോം, ഇതിനു മുൻപ് തന്നെ ഈ അജു ജോസഫിനെ പോലീസ് ഈ ലഹരിക്കടത്തിൽ പിടികൂടിയിരുന്നു. ഇപ്പോൾ പിടികൂടിയപ്പോൾ അന്ന് പിടികൂടി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അജു ജോസഫ് വീണ്ടും ഇത്തരത്തിൽ ലഹരി കടത്തിൽ ഏർപ്പെടുന്നത്. ഇന്നലെ പിടിയിലാകുമ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിൽ നിന്നും അജു നൽകിയ മൊഴി വളരെ രസകരമാണ്. തനിക്ക് ഇതിനു മുൻപ് തന്നെ പലതവണ ലഹരിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പിടിച്ച കേസ് നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് താൻ വീണ്ടും പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും താൻ ലഹരി കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു രസകരമായിട്ടുള്ളൊരു മറുപടിയാണ് പോലീസിന് അജു മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിനു മുൻപ് ലഹരിയിൽ പിടിച്ചു, അതിന്റെ കേസ് നടത്തിപ്പിന് വേണ്ടി പണം വേണം, അതിനു വേണ്ടിയിട്ടാണ് താൻ വീണ്ടും ലഹരി കടത്തുന്നതെന്നൊരു മൊഴിയാണ് അജു പോലീസിന് നൽകിയിട്ടുള്ളത്. പ്രധാനമായും കോയമ്പത്തൂര്, ബാംഗ്ലൂർ ഇവിടങ്ങളിൽ നിന്ന് ഒരു മറുപടി തന്നെയാണ്, മൊഴി തന്നെയാണ് ഈ അജു ജോസഫ് പോലീസിന് നൽകിയത്. പക്ഷേ നവമി, ഇതൊരു ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലേക്ക്, സംസ്ഥാനത്തേക്ക് വലിയ രീതിയിൽ കൊക്കൈനും MDMA-യും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട സൂചനയാണ് ഇപ്പോൾ പിടിയിലായ ആസാദും അജു ഒക്കെ മൊഴി നൽകിയത്. നൈജീരിയൻ സ്വദേശിയാണ് ഇവർക്ക്, ഈ ആസാദിന് MDMA നൽകിയത്. അതും ലക്ഷങ്ങൾ വില മതിക്കുന്ന 350 ഗ്രാം MDMA എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ട്. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ 2 പേര്, ദമ്പതികളിൽ നിന്നും കൊക്കൈൻ പിടികൂടിയിരുന്നു. അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക്, ഇവിടുത്തെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടക്കം ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഇതിലെ പ്രധാനികളിലേക്ക് എത്താൻ പോലീസിന് കഴിയുമോ? ഈ കേസുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിൽ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ആസാദും അജുവും ഒക്കെ ഈ ലഹരി സംഘത്തിലെ, ലഹരി മാഫിയയിലെ കണ്ണികൾ മാത്രമാണ്. ഇതിലെ പ്രധാനികളിലേക്കുള്ള പോലീസിന്റെ അന്വേഷണം എളുപ്പമാണോ?
അത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുൻപ് പലതവണ ഇത്തരത്തിൽ ലഹരികൾ പിടികൂടുന്നുണ്ട്. അത് പ്രധാനമായും കൊച്ചി കേന്ദ്രീകരിച്ചാണ്. യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലൊക്കെ വലിയ രീതിയിൽ ഇവർ ലഹരി ഉപയോഗിക്കുന്നവരുമുണ്ട്, അല്ലെങ്കിൽ ഇതിലെ കണ്ണികളായും പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും ബാംഗ്ലൂര്, ഹൈദരാബാദ്, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർ പ്രധാനമായും ലഹരി ശേഖരിക്കുന്നത്. അതിനുശേഷം ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിൽക്കുന്നു. ഇവർ പ്രധാനമായും പറയുന്നത് ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ തോതിലുള്ള ഈ ലഹരി വിറ്റാൽ തന്നെ വലിയ പൈസയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇവരൊരു ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് പലരും ലഹരി ഉപയോഗിക്കുന്നതും അതോടൊപ്പം ലഹരി കച്ചവടം നടത്തുന്നതും. പക്ഷേ പിടികൂടുന്നത് എപ്പോഴും ചെറിയ കണ്ണികൾ മാത്രമായിരിക്കും. എവിടെ നിന്നാണ് ഈ പ്രധാനമായും ഈ ബൾക്ക് കണക്കിന് ലഹരികൾ എത്തുന്നത്, ഇത് എവിടേക്കാണ്, ഇത് എവിടേക്കൊക്കെയാണ് പോകുന്നത്, ആരൊക്കെയാണ് ഇത് സപ്ലൈ ചെയ്യുന്നതെന്ന് പലപ്പോഴും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ പിടികൂടുന്ന 2 യുവാക്കളെ വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നായിക്കോട്ടെ, ഈ പിടികൂടിയ യുവാക്കൾ ജയിലിൽ കിടക്കുന്നു. അതിനുശേഷം അവർ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുന്നു. പിന്നീട് ഇവർ വീണ്ടും ആഡംബര ജീവിതം നയിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഈ കേസ് നടത്തിപ്പിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ലഹരി കടത്തിലേക്ക് ഇറങ്ങുന്നു, അവിടെ നിന്ന് പണം സമ്പാദിക്കുന്നു. അങ്ങനെ ഈ കേസ് ഒതുങ്ങി തീരുന്നു എന്നല്ലാതെ പ്രധാനപ്പെട്ട ഏജന്റ് ആരാണ്, എവിടെ നിന്നാണ് ഈ ലഹരികൾ എത്തുന്നത്, ഇതിനൊരു തടയിടാൻ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമം ശക്തമാകുന്നില്ല. നിയമവ്യവസ്ഥ കുറച്ചുകൂടി ശക്തമായാൽ മാത്രമേ ഇതിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു പിടികൂടാനും അല്ലെങ്കിൽ ഒരു തടയിടാനും കഴിയുകയുള്ളൂ. നമ്മുടെ യുവാക്കൾ, യുവതികൾ, അതോടൊപ്പം വിദ്യാർത്ഥികളാണ് ഇവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. ഇവർക്ക് ലഹരി മരുന്ന് നൽകുന്നു. ഇവരെ മറ്റ് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു രീതിയിലേക്ക്, മാനസികമായി തന്നെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാകുന്ന തരത്തിലേക്ക് ഇവർ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ പലപ്പോഴും ഈ പിടികൂടുന്നു, ആ കേസ് ഒതുങ്ങി തീർക്കുന്നു അല്ലെങ്കിൽ ഒതുക്കി തീർക്കുന്നു എന്നതിലപ്പുറത്തേക്ക് ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികളെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്. കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം ബാംഗ്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് അല്ലെങ്കിൽ നൈജീരിയയിൽ നിന്നൊക്കെയാണ് ഈ ലഹരികൾ വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഏജന്റ് ആരാണ്, ആരെ പിടികൂടിയാലാണ് ഈ കേരളത്തിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് തടയാൻ സാധിക്കുക എന്നതിൽ പലപ്പോഴും അന്വേഷണ സംഘം പരാജയപ്പെട്ടു പോകുന്നുമുണ്ട് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ 2 പേർ ഇന്നലെ ഈ ആലുവ റൂറൽ പോലീസ് പരിധിയിൽ മാത്രം 2 അംഗ സംഘം പിടിയിലായി. വരും ദിവസങ്ങളിൽ ഈ ലഹരി സംഘത്തെ പിടികൂടാൻ പോലീസിന്റെ അന്വേഷണം കൂടുതൽ സജീവമാക്കുമോ? ഓപ്പറേഷൻ ക്ലീൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തുടനീളം ലഹരിവേട്ട പോലീസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആലുവയിലും അങ്കമാലിയിലും ഒക്കെ പോലീസിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ലഹരി കേസുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ലഹരികൾ പിടികൂടും എന്നത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഈ ലഹരി പരിശോധനയുണ്ടായിരുന്നു, റെയ്ഡുകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ നിരവധി കഞ്ചാവുകളും അല്ലെങ്കിൽ MDMA ഒക്കെ പിടികൂടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ തീരുമാനം. ഇനിയും ഇത്തരത്തിൽ കഞ്ചാവ് വേട്ടകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ റൂറൽ പോലീസ് പരിധിയിലാണ് ഇന്നലെ മാത്രം, അതായത് ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള ഇന്നലെ മാത്രം 2 യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യാന്തര ലഹരി സംഘങ്ങളിലേക്ക്, ലഹരി മാഫിയയിലേക്കും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം. ഇടവേള.